ഇറാൻ വൻ തകർച്ച നേരിടുകയാണെന്നും അമേരിക്ക പരാജയപ്പെടുകയാണെന്ന റിപ്പോർട്ടുകൾ ഭാവനാ സൃഷ്ടി മാത്രമാണെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിന് തീപിടിച്ചുവെന്ന വാർത്തയും ട്രംപ് തള്ളി. ഇറാനിൽ ആക്രമണം പൂർത്തീകരിക്കാൻ 4 ആഴ്ച കൂടി വേണമെന്ന് ഇസ്രായേൽ പറയുന്നു. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സുരക്ഷിത പാതയൊരുക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി. സഹായം നിരസിച്ച വൻശക്തി രാജ്യങ്ങൾ. എണ്ണവില വീണ്ടും ഉയരുന്നു. സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് എണ്ണ കമ്പനികൾ അറിയിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വീണ്ടും ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ്. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഇതിൽ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് ഇനിയും ഒരു 4 ആഴ്ചയോളം തന്നെ യുദ്ധം തുടരണമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയും അതിന് പിന്നാലെ തന്നെയാണ്. അപ്പോൾ ഒരു വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സംഘർഷം അവസാനിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നതിനപ്പുറത്തേക്ക് വലിയ തരത്തിൽ ലോകം ഇതിന്റെ വിപത്തുകൾ അറിയാൻ പോകുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് എണ്ണവില ഉയരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുന്നു. അപ്പോൾ യുദ്ധത്തിന്റെ മറ്റ് പ്രത്യാഘാതങ്ങൾ അത് ലോകവ്യാപകമായി അനുഭവിക്കാൻ പോകുന്ന ദിനങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എത്ര കണ്ട് പ്രതീക്ഷിച്ചാലും ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പോലും അമേരിക്കയും ഇസ്രായേലും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. 4 മുതൽ 5 ആഴ്ചയെങ്കിലും വേണം ഏറ്റവും ചുരുങ്ങിയത് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ പിന്നെ അതിൻ്റെ പ്രതിരോധ ശേഷിയും തകർക്കാനെന്ന ഒരു വിലയിരുത്തലാണ് ഇസ്രായേൽ നേതൃത്വം, പ്രത്യേകിച്ച് സൈനിക നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. ട്രംപ് വ്യക്തമാക്കുന്ന എത്രയും പെട്ടെന്ന് യുദ്ധം താൻ അവസാനിപ്പിക്കും, പക്ഷേ ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. ഏറെക്കുറെ ഇറാൻ പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നു, ഇനി കാര്യമായിട്ടൊന്നും ഇറാന്റെ പക്കലില്ല എന്ന് 2-3 ദിവസമായിട്ടും ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ അതേ സമയം തന്നെയാണ് ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് അടിയറവ് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ട്രംപ് നിരാകരിക്കുകയാണ്. ഒരു യുദ്ധക്കുറ്റമാണ് ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ യുദ്ധക്കുറ്റം ചുമത്തി അവർക്കെതിരെ കേസെടുക്കണം, അവർക്കുള്ള ആനുകൂല്യങ്ങൾ തടയണമെന്നുകൂടി തന്റെ ഭരണകൂടത്തോട് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. കാരണം താനാണ് യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇറാന്റെ പക്കൽ കാര്യമായിട്ട് ഇനി ഒന്നുമില്ല, വളരെ ചുരുങ്ങിയ ഡ്രോണുകളും മിസൈലുകളും മാത്രമാണുള്ളത് എന്നുകൂടി ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്കെതിരായിട്ടുള്ള ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത് ഇറാന്റെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ്. ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല. പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഏറ്റവും കടുത്ത രാജ്യദ്രോഹമാണ്. കാരണം അതിന്റെ ഭാഗമായിട്ടാണ് എബ്രഹാം ലിങ്കൺ പടക്കപ്പലിന് നേരെ തീപിടുത്തമുണ്ടായി, വലിയ തോതിൽ കപ്പൽ നശിച്ചു എന്ന അർത്ഥത്തിലുള്ള വീഡിയോ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇത് AI നിർമ്മിത വീഡിയോ മാത്രമാണ്, വസ്തുതയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നതുൾപ്പെടെയുള്ള വിശദീകരണങ്ങളാണ് പിന്നിട്ട് മണിക്കൂറിൽ ട്രംപ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്ര സുഗമമാക്കാൻ കൂടുതൽ രാജ്യങ്ങൾ തന്നോടൊപ്പം സഹകരിക്കണമെന്നുകൂടി ട്രംപ് ആവശ്യപ്പെടുകയുണ്ടായി. ഇതിൽ നാറ്റോ രാജ്യങ്ങൾ വളരെ നിഷേധാത്മകമായിട്ടുള്ളൊരു നയമാണ് തുടരുന്നത്. കാരണം യുക്രൈൻ വിഷയത്തിലൊക്കെയും വളരെ ദൂരെയുള്ള നാറ്റോ രാജ്യങ്ങൾക്ക് വേണ്ടി താൻ രംഗത്ത് വന്നിരുന്നു. പക്ഷെ ആ സഹായം തനിക്ക് തിരിച്ചു കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റു പല രാജ്യങ്ങളും തന്നെ സഹായിക്കുന്നില്ല. ചൈന ഏറ്റവും എളുപ്പത്തിൽ ഒരു കപ്പലുകൾ അയച്ചുകൊണ്ട് ഈ യാത്ര സുഗമമാക്കേണ്ടതുണ്ട്. പക്ഷേ ചൈനയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാവുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ ചൈനയിലേക്കുള്ള തന്റെ സന്ദർശനം ചിലപ്പോൾ താൻ മാറ്റിവെക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുകയാണ്. അതായത് ശരിക്കും പരിഭ്രാന്തനായ ഒരു ട്രംപിന്റെ പ്രതികരണമാണ് പിന്നിട്ട മണിക്കൂറുകളിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ക്രൂരമായിട്ടുള്ള ഈ അധിനിവേശം അതിശക്തമായി തന്നെ തുടരുമെന്ന സൂചന കൂടി ട്രംപ് നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിലേക്ക് വരികയാണെങ്കിൽ പലയിടങ്ങളിലും പ്രത്യേകിച്ച് ഇറാഖിൽ നിരവധി ആക്രമണങ്ങൾ നടന്നതായിട്ടും അവിടെ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദുബൈ എയർപോർട്ടിന് സമീപം ഒരു എണ്ണ ടാങ്കറിന് തീപിടിച്ചു. ആ തീപിടുത്തം പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കി എന്നാണ് ദുബൈ മീഡിയ ഓഫീസർ. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളിൽ അത് അമേരിക്ക ഒരു സുരക്ഷിത പാതയൊരുക്കാമെന്ന് പറഞ്ഞിരുന്നു. മറ്റ് രാജ്യങ്ങളോട് കപ്പലുകൾ അയക്കാനുള്ള അല്ലെങ്കിൽ അവിടേക്ക് ഒരു സഹായത്തിനായി യുദ്ധക്കപ്പലുകളൊക്കെ അയക്കാനുള്ള ആവശ്യം കൂടി അമേരിക്ക നടത്തിയിരുന്നു. പക്ഷേ ഇതിൽ പ്രധാനമായും ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഈ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ടൊക്കെ നേരിടുന്നെങ്കിലും ഒരു രാജ്യങ്ങളും ഒരുപക്ഷെ ഇത്തരം നീക്കങ്ങൾക്ക് തയ്യാറാകാത്തതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ഈ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ ഭാഗമാകേണ്ട എന്ന തീരുമാനപ്രകാരം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. കാരണം മുമ്പിൽ നമുക്കറിയാൻ സാധിക്കും ഗൾഫ് 1, ഗൾഫ് 2 യുദ്ധവേളയിൽ ഏതാണ്ട് 35 മുതൽ 40ഓളം രാജ്യങ്ങൾ അമേരിക്കക്കൊപ്പം, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും അമേരിക്കക്കൊപ്പം നിലയുറപ്പിക്കുകയും നിരവധി യുദ്ധക്കപ്പലുകൾ അവർ അയച്ചു, ആയുധ സന്നാഹങ്ങൾ ഒരുക്കി, എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കി നൽകിയിരുന്നു. പക്ഷേ ഈ തവണത്തെ യുദ്ധത്തിൽ ഒരുപക്ഷെ ഇസ്രായേലിനൊപ്പം ചേർന്ന് തങ്ങളുമായി ഒരു കൂടിയാലോചന നടത്താതെയുള്ള യുദ്ധത്തിൽ പ്രത്യക്ഷത്തിൽ പങ്കുവഹിക്കുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വലിയ
വലിയ തോതിൽ ദോഷം ചെയ്യുമെന്ന് ഈ രാജ്യങ്ങൾ വിലയിരുത്തുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടൻ പോലും ഒരു വലിയൊരു താല്പര്യം പോലും ഈ വിഷയത്തിലെടുത്തില്ല. പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ വ്യോമാതിർത്തി വിട്ടുകൊടുക്കാൻ വിസമ്മതിക്കുകയാണ്. യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കണമെന്ന നിരന്തരമായ അഭ്യർത്ഥന ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരാകരിക്കുകയാണ്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയിലാണ് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നത് താൻ ഉദ്ദേശിച്ചാൽ ഈ നാറ്റോ രാജ്യങ്ങളും മറ്റും തന്റെ കൂടെ നിലയുറപ്പിക്കും, അങ്ങനെ വളരെ എളുപ്പത്തിൽ ഇറാനെ അമർച്ച ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്നൊരു കണക്കുകൂട്ടലായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യങ്ങളൊക്കെയും വളരെ കരുതലോടുകൂടി മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ ഈ രാജ്യങ്ങളോട് ട്രംപ് അഭ്യർത്ഥിച്ചുവെങ്കിലും യുദ്ധക്കപ്പലുകൾ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീർപ്പിലേക്കും ഈ രാജ്യങ്ങൾ എത്തിയിട്ടില്ല. ആഭ്യന്തരമായിട്ടുള്ള ചർച്ചയിലൂടെ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ കപ്പലുകൾ അയച്ചതുകൊണ്ട് മാത്രം ഹോർമസിലൂടെയുള്ള യാത്ര സുഗമകരമാവില്ല. കാരണം ഇപ്പോൾ പോലും ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം പ്രത്യാക്രമണ സംവിധാനങ്ങൾ ഇറാന്റെ പക്കലുണ്ട്. അത് ആക്രമണത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സ്ഥിതി കൂടുതൽ വഷളാവുകയും അന്താരാഷ്ട്ര തലത്തിൽ ഊർജ്ജ വിപണി കൂടുതൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന ഒരു വിലയിരുത്തലാണ് ഈ രാജ്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി രമ്യമായിട്ടുള്ള ഒരു പരിഹാരം, ഒരു നയതന്ത്ര പ്രശ്ന പരിഹാരം തന്നെ ആണ് ഇതിൽ വേണ്ടത്. അതിനുള്ള ചർച്ചകളാണ് വേണ്ടത് എന്നൊരു നിലപാടാണ് ഈ മിക്ക രാജ്യങ്ങളും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ ഈ കപ്പലുകളുടെ അകമ്പടിയിൽ പിന്നെ ചരക്ക് കപ്പലുകൾ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം, അത് ഇനിയിപ്പം തീരുമാനമെടുത്ത് നടപ്പാക്കിയാൽ തന്നെ ദിവസങ്ങൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുമാത്രമല്ല, ഇറാൻ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ ചില രാജ്യങ്ങൾക്ക് തങ്ങൾ ഓരോ കപ്പലിനും പ്രത്യേകമായിട്ടുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകി വരുന്നത്. അതേസമയം അമേരിക്ക, ഇസ്രായേൽ, അവരുടെ സഖ്യകക്ഷികൾ ഇവരുടെ കപ്പലുകൾക്ക് പോകാൻ ഒരു അനുമതിയും നൽകുകയില്ല. അവരതിന് തുനിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. അതുമാത്രമല്ല, ചെങ്കടലിൽ സ്ഥിതി ചെയ്യുന്ന ജെറാൾഡ് ആർ ഫോർഡ് എന്ന യുദ്ധക്കപ്പലിന് നേരെയും ഇറാൻ ഭീഷണി ഉയർത്തുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ കപ്പൽ പാത ഓർബസിലൂടെയുള്ള ഒരു യാത്ര എന്നത് അത്ര സുഖകരമാകില്ല. അത് അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ ഏതാണ്ട് $106 മുകളിലേക്കാണ് എണ്ണവില എത്തിയിരിക്കുന്നത്. ഇനി തങ്ങളുടെ കരുതൽ ശേഷിയിൽ നിന്ന് ആ എണ്ണ കൂടി വിപണിയിൽ എത്തിയാൽ പോലും പ്രതിസന്ധി അത്ര എളുപ്പം പരിഹരിക്കപ്പെടുന്ന സാഹചര്യമില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധരും വ്യക്തമാക്കുന്നത്.